സമസ്തയുടെ നിലപാടാണ് വ്യക്തമാക്കിയത് മുസ്തഫ മുണ്ടുപാറ. മറ്റു വാർത്തയിലേക്ക്, 2020 ലോകകപ്പിൽ ഞായറാഴ്ച നടക്കേണ്ട ഇന്ത്യക്കെതിരായ മത്സരം ബഹിഷ്കരിക്കുമെന്ന നിലപാടിൽ നിന്ന് പാകിസ്ഥാൻ പിന്മാറി. 15-ന് കൊളംബോയിലെ ആർ പ്രേമദാസ സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ സൽമാൻ ആഖയും സംഘവും ഇന്ത്യക്കെതിരെ കളിക്കുമെന്ന് ICC വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്, പാക് ക്രിക്കറ്റ് ബോർഡ് പ്രസിഡന്റ് മൊഹസീൻ നഖ്വിയുമായുള്ള ചർച്ചകൾക്കൊടുവിലാണ് കളിക്കാൻ പാകിസ്ഥാൻ തീരുമാനിച്ചത്. കാർത്തിക് വിവരങ്ങളുമായി ചേരുകയാണ്. കാർത്തിക്, വലിയ കടുംപിടുത്തത്തിലായിരുന്നു പാകിസ്ഥാൻ. കളിക്കില്ല, ബംഗ്ലാദേശ് വിഷയമൊക്കെയാണല്ലോ കാരണമായി അവർ ചൂണ്ടിക്കാട്ടിയത്. ഇപ്പോൾ എങ്ങനെയാണ് ഒടുവിൽ രാജ്യം വഴങ്ങിയത്? രഞ്ജിത്ത്, ക്രിക്കറ്റ് ലോകം ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന 2020 ലോകകപ്പിലെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം അത് നിശ്ചയിച്ച പ്രകാരം 15-ന് കൊളംബോയിൽ നടക്കും. ഇത് ഔദ്യോഗികമായി അറിയിപ്പായി തന്നെ വന്നിരിക്കുന്നു. പാകിസ്ഥാൻ സർക്കാർ ഇന്നലെ പാക് ക്രിക്കറ്റ് ബോർഡിൻ്റെ നിർദ്ദേശം അംഗീകരിക്കുകയായിരുന്നു. പാകിസ്ഥാൻ ടീമിന് കളിക്കാൻ അനുമതി നൽകുകയായിരുന്നു. പല നയതന്ത്ര ചർച്ചകൾ കൂടെയാണ് ഇത്തരത്തിൽ ഒരു മത്സരം നടക്കാനുള്ള വഴിയൊരുങ്ങിയത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ആദ്യഘട്ടം മുതൽ തന്നെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടന്നില്ലെങ്കിൽ അത് വലിയ തരത്തിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് വഴിവെക്കും. അതായത് വലിയ തരത്തിലുള്ള വരുമാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വലിയ തരത്തിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് വഴിവെക്കും എന്ന തരത്തിൽ വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു. അതായത് 10 സെക്കൻഡിന് 40 ലക്ഷം രൂപയാണ് പരസ്യം വരുമാനം അതിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നത്. ഏതാണ്ട് 2200 കോടി രൂപയുടെ ഇത്തരത്തിൽ ഒരു നഷ്ടം ഉണ്ടാകും എന്ന വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു പാക് ക്രിക്കറ്റ് ബോർഡും അതോടൊപ്പം തന്നെ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡും ICCയും സംയുക്തമായി ചർച്ചകൾ നടത്തിയത്. ഇന്നലെ ലാഹോറിൽ നടന്ന ചർച്ചകളാണ് ഇതിൽ ഏറെ നിർണായകമായത്. പാക് ക്രിക്കറ്റ് ബോർഡ് മുന്നോട്ട് വച്ച 5 ആവശ്യങ്ങളിൽ 3 എണ്ണവും ICC തള്ളിയെങ്കിലും അവരുടെ ബംഗ്ലാദേശിന് അനുകൂലമായ കാര്യങ്ങളിൽ, അതായത് ബംഗ്ലാദേശ് ഇത്തവണ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ പങ്കെടുക്കുന്നില്ല, അതുമൂലം അവർക്കുണ്ടാകുന്ന ഫീ നഷ്ടം, ആ നഷ്ടം അവർക്ക് പിഴ ഉണ്ടാകുമായിരുന്നു. ആ പിഴ ഒഴിവാക്കി കൊടുക്കാമെന്നൊരു വാക്ക് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിൻ്റെ നിർദ്ദേശം, പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ഇത്തരത്തിലൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. അത് അംഗീകരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇത്തരത്തിൽ ഒരു ചർച്ചകളിലൂടെ, നയതന്ത്ര ചർച്ചകളിലൂടെ വഴിയൊരുങ്ങിയത്. മറ്റൊന്ന്, ലോകകപ്പ് ക്രിക്കറ്റിൽ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ കളിക്കണമെന്ന ആവശ്യം ശ്രീലങ്കൻ പ്രസിഡന്റും ഇത്തരത്തിലൊരു ആവശ്യം മുന്നോട്ട് വെച്ചു. അനുരാഗ് കുമാര ദിസനായികെ ഇന്നലെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫുമായി ഫോൺ സംഭാഷണത്തിൽ ഇക്കാര്യം ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് പാകിസ്ഥാൻ സർക്കാരിൻ്റെ ഔദ്യോഗിക വാർത്താക്കുറിപ്പ് വന്നത്. അതായത് വിവിധ തലത്തിൽ നടന്ന ചർച്ചകളുടെയും സൗഹൃദ രാജ്യങ്ങളുടെ അഭ്യർത്ഥനയും പരിഗണിച്ച ICC 2020 ലോകകപ്പിൽ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം ഇന്ത്യക്കെതിരെ കളിക്കാൻ പാക് ടീമിന് അനുമതി നൽകുന്നു എന്നാണ് പാകിസ്ഥാൻ സർക്കാർ പ്രസ്താവനയിൽ ഔദ്യോഗികമായി അറിയിച്ചത്. ഏതായാലും ഇതോടുകൂടി അനിശ്ചിതത്വങ്ങൾക്ക് വിരാമമായിരിക്കുന്നു. ക്രിക്കറ്റ് ലോകമേറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ചിരവൈരികളായ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരം 15-ന് നിശ്ചയിച്ച പ്രകാരം നടക്കും എന്ന് ഉറപ്പായിരിക്കുകയും ചെയ്യുന്നു. രഞ്ജിത്ത്, ശരി, കാർത്തിക് വിവരങ്ങൾ പങ്കുവച്ചു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.